പത്രോസിൻ്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ 13 വരെ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? പത്രോസ് അപ്പോസ്തലൻ വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന വൃതന്മാരായ വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു കത്താണ് പത്രോസിൻ്റെ 1-ാം ലേഖനം. ഈ ലേഖനം വായിച്ച ആളുകൾ അവർ പരദേശികളായി വേറൊരു രാജ്യത്ത് താമസിക്കുകയായിരുന്നു. അവരിൽ പലരും അടിമകളോ സമൂഹത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്തവരോ ആയിരുന്നു. അവരുടെ ഇടയിൽ വേലക്കാരായിട്ടുള്ള ആളുകൾ അനവധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേലക്കാർ, അടിമകൾ, അവർ എങ്ങനെ അവരുടെ യജമാനന്മാരോട് പെരുമാറണം എന്ന് അപ്പോസ്തലൻ ഈ കത്തിൽ വളരെ വിശദമായി പറഞ്ഞു. അതിനുശേഷം ഭാര്യമാർ അവരുടെ ഉത്തരവാദിത്തം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു വാക്യത്തിൽ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു. താൻ എഴുതുന്ന കത്ത് വായിക്കുന്ന ആളുകൾ വിവിധ തരത്തിലുള്ള ആളുകളാണെന്ന് അപ്പോസ്തലന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ 8-ാം വാക്യത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു വിഭജനവും ഇല്ല. എല്ലാവരും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് 8-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ വേലക്കാരായിരിക്കും, ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, ജോലിയുള്ളയാളായിരിക്കും, രോഗിയായിരിക്കും, ആര് തന്നെ ആയാലും എല്ലാവരും ചെയ്യേണ്ട കാര്യം. അതുകൊണ്ടാണ് 8-ാം വാക്യം തുടങ്ങുന്നത് തീർച്ചയ്ക്ക് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓപ്ഷനല്ല. ചില ആളുകൾ ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും തീർച്ചയായും ചെയ്യേണ്ട കാര്യമാണ്. തീർച്ചയ്ക്ക് എല്ലാവരും, ആരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. അതിൽ താൻ ആദ്യം പറയുന്നത് ഐക്യമത്യം ഉള്ളവരായിരിക്കണം. എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. 1-ാമത്തെ കാര്യം ഐക്യമത്യം. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ വൺ മൈൻഡ്, ഒരേ മനസ്സുള്ളവരായിരിക്കണം എന്നാണ്. ഒരേ മനസ്സ്, എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം അത് സാധ്യമല്ല. എന്നാൽ ഐക്യമത്യം, എല്ലാവരും ഒരേ മനസ്സുള്ളവരായിരിക്കണമെന്ന് ബൈബിൾ പറയുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സാധിക്കും? ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു സഭയിൽ ഉള്ള ആളുകൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. പ്രത്യേകം സ്വഭാവം ഉള്ളവരാണ് ഓരോരുത്തരും. ഒരു കുടുംബത്തിൽ ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളായി ജനിക്കുന്നവർ തന്നെ വിവിധ തരത്തിലുള്ള സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് ഐക്യമത്യം, എല്ലാവരും ഒരുപോലെ ആയിരിക്കുക എന്ന കാര്യം സാധ്യമാകാൻ ഇടയില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകും. നാം മനസ്സിലാക്കുന്ന ഐക്യമത്യം അല്ല ഐക്യമത്യം. ഒരു സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് ഒരു ശരീരവുമായി ഉപമിച്ചുകൊണ്ടാണ്. ഒരു ശരീരത്തിലുള്ള അവയവങ്ങളെപ്പോലെയാണ് ഒരു സഭയിലുള്ള ആളുകളെന്ന് താൻ പറയുന്നു. അതിൻ്റെ അർത്ഥം ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും വ്യത്യസ്തമാണെങ്കിലും അവയെല്ലാം ഒരേ ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നു. ശരീരത്തിലൊരു മുറിവുണ്ടായാൽ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും
വേദന അനുഭവിക്കുന്നു. എന്തെങ്കിലും ഒരു നല്ല കാര്യം ആ ശരീരത്തിനുണ്ടായാൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും അത് ആസ്വദിക്കുന്നു. എന്നാൽ എല്ലാ അവയവങ്ങളും വ്യത്യസ്തമാണ്. ഒരു അവയവം പോലും മറ്റൊന്നിനെപ്പോലെ അല്ല. അതുപോലെ തന്നെ ഒരു സഭയിൽ വിശ്വാസികൾ അവർ വിവിധ നിലയിലുള്ള ആളുകളാണ്, വിവിധ സ്വഭാവങ്ങളുള്ള ആളുകളാണ്. മാത്രമല്ല, ദൈവം അവർക്ക് വിവിധ തരത്തിലുള്ള വരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾക്കുള്ള വരം വേറൊരാൾക്ക് കൊടുത്തിട്ടില്ല. ഒരു വരവും എല്ലാവർക്കും കൊടുത്തിട്ടില്ല. പല ആളുകളും ചില വരങ്ങളെക്കുറിച്ച് അമിത പ്രാധാന്യം കൊടുത്ത് സംസാരിക്കും. ആ വരം എല്ലാവർക്കുമുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു വരമില്ല. അതുകൊണ്ട് ആളുകൾ വിവിധ കഴിവുകൾ, ആത്മീക വരങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ശുശ്രൂഷകളും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളും പലതായിരിക്കും. എല്ലാവരും എന്നെപ്പോലെ ആകണം, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്ന് പറയുന്നത് ഐക്യമത്യമല്ല, യൂണിറ്റി അല്ല. ഇംഗ്ലീഷിൽ യൂണിഫോമിറ്റി എന്ന് പറയും. പട്ടാളത്തിൽ എല്ലാവരും ഒരേ യൂണിഫോം ധരിക്കുന്നത് പോലെ സഭയിൽ എല്ലാവരും ഒരേ യൂണിഫോം ധരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ പെരുമാറണം, എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കണം, എല്ലാവരും ഒരേ വസ്ത്രം ധരിക്കണം, ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ബൈബിൾ പറയുന്നത് ഒരു മനസ്സോടെ ഇരിക്കണം, ഐക്യമത്യമുണ്ടായിരിക്കണം, വൺ മൈൻഡ് അഥവാ ഒരേ മനസ്സ് ഉള്ളവരായിരിക്കണം എന്നാണ്. ഐക്യം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാൻ എന്ന് വിചാരിക്കരുത്. ഐക്യമത്യത്തിന് പൗലോസ് ഇവിടെ കൊടുക്കുന്ന ഒരു വിശദീകരണമാണ് 16-ാം വാക്യത്തിൽ കാണുന്നത്. ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ. ഞാൻ ഒരു വലിയ ആളാണ് എന്ന് എനിക്ക് തന്നെ തോന്നിയാൽ പിന്നെ എനിക്ക് മറ്റുള്ളവരുമായി സമാധാനത്തോടെ, ഐക്യത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. ഐക്യത്തിന് പ്രഥമമായി വേണ്ട കാര്യം, ആരും തങ്ങളെക്കുറിച്ച് തന്നെ വലുതായി ചിന്തിക്കരുത്, വലിപ്പം ഭാവിക്കരുത്. എന്താണ് പിന്നെ നാം ചെയ്യേണ്ടത്? അത് അടുത്ത വാക്യത്തിൽ പറയുന്നു, എളിയവരോട് ചേർന്നിരിപ്പിൻ. നാം നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, എന്നേക്കാൾ ചെറിയ ആളാണ്, അയാൾക്ക് എൻ്റെ അത്രയും കഴിവില്ല, പരിജ്ഞാനമില്ല, എൻ്റെ അത്രയും കൃപാവരമില്ല എന്നൊക്കെ തോന്നുന്ന ചില ആളുകളെ നിങ്ങൾ കാണും. ബൈബിൾ പറയുന്നത് നിങ്ങൾ അവരോട് ചേർന്നിരിക്കണം. നിങ്ങൾക്കൊരല്പം വലുപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ആ വലുപ്പം നിങ്ങൾ തന്നെ കുറച്ച് എളിയവരോട് ചേർന്നിരിക്കണം. ഈ ലോകം നേരെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും വലിയ ആളുകളോട് ചേർന്നിരിക്കണം, വലിയ ആളുകളോട് പരിചയം ഭാവിക്കണം, പണക്കാരോട്, പ്രസിദ്ധരായവരോട് പരിചയം ഭാവിക്കണം. ഇതാണ് ലോകം പറയുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങൾ എളിയവരോട് ചേർന്നിരിക്കണം. അങ്ങനെ ചെയ്യുന്നതാണ് ഐക്യമത്യം ഉണ്ടാകുവാനുള്ള ഒന്നാമത്തെ പടി. പിന്നീട് താൻ പറയുന്നു, നിങ്ങളെ തന്നെ ബുദ്ധിമാൻ എന്ന് വിചാരിക്കരുത്. എന്ന് വെച്ചാൽ, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ അഭിപ്രായം മറ്റുള്ളവർ കേട്ടാൽ മതി. നമ്മളാരും സാധാരണ പറയില്ല ഞാൻ വലിയ ബുദ്ധിമാനാണെന്ന്. പക്ഷേ നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മളതാണ് പറയുന്നത്, നിങ്ങൾക്കൊന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, എനിക്കേ മനസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. നാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മെ തന്നെ ബുദ്ധിമാൻ എന്ന് നാം കരുതുകയാണ്. അങ്ങനെ ഒരാൾ കരുതിയാൽ പിന്നെ അവിടെ ഐക്യമത്യം ഉണ്ടാകുകയില്ല. അവിടെ കലക്കവും വിഭാഗിക ചിന്താഗതിയുമൊക്കെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഐക്യമത്യമുള്ളവരാക്കണമെങ്കിൽ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേരണം, തനിക്ക് തന്നെ ബുദ്ധിമാനെന്ന് തോന്നരുത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഐക്യമത്യമുള്ളവരാകും. എന്ന് വച്ചാൽ മറ്റുള്ളവരോടുകൂടെ ദൈവപ്രസാദത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതാണ് ഐക്യമത്യം. രണ്ടാമത്തെ കാര്യം,
സഹതാപം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ആ വിഷമത്തിൽ അവരോട് സഹതപിക്കുക, അവർക്ക് വേണ്ടി വിചാരിക്കുക, അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുവാനായി തയ്യാറാകുക. ഇതൊക്കെയാണ് സഹതാപം എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് ഭൂകമ്പമുണ്ടായി, അവിടെയുള്ള ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു. കഷ്ടം എന്ന് വേണമെങ്കിലൊന്ന് പറയും. അത് നമ്മൾ ഒട്ടും സെൻസിറ്റീവ് അല്ല, അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാത്ത നിലയിലുള്ള പെരുമാറ്റമാണ്.